أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يكفرون بالله ورسله ويريدون أن يفرقوا بين الله ورسله ويقولون نؤمن ببعض ونكفر ببعض ويريدون أن يتخذوا بين ذلك سبيلا أولئك هم الكافرون حقا وأعتدنا للكافرين عذابا مهينا. والذين آمنوا بالله ورسله ولن يفرقوا بين أحد منهم أولئك سوف يؤتيهم أجورهم وكان الله غفورا رحيما. വിശ്വാസപരമായി നമ്മൾക്ക് ചില വെളിച്ചം നൽകുന്ന ചില കാര്യങ്ങളാണ് ഈ 3 ആയത്തിലുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായി എല്ലാ നിയമങ്ങളെയും അള്ളാഹുവും റസൂലും നമ്മളോട് പറയുന്ന എല്ലാ കാര്യങ്ങളിലും പരിപൂർണമായും നമ്മൾ വിശ്വസിക്കണം. വിശ്വാസം പരിപൂർണമാവുക എന്നുള്ളതാണ് പ്രധാനം. 2 നിലയ്ക്ക് വിശ്വാസത്തിന് അപൂർണത ഉണ്ട്. അതിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഈ ജൂത ക്രിസ്ത്യാനികളൊക്കെ വിശ്വസിച്ച വിശ്വാസമാണ്. അവരെന്താ വെച്ചാൽ ചില പ്രവാചകന്മാരിൽ വിശ്വസിക്കും, ചില പ്രവാചകന്മാരിൽ വിശ്വസിക്കൂല. അങ്ങനെ ഒരു വിവേചനമാണ്. അപ്പോൾ ശരിക്കും ഒരു വിളക്കിൽ നിന്ന് വരുന്ന പ്രകാശം, അതിൻ്റെ രശ്മികളെല്ലാം സമാനമാണ് എന്ന പോലെ അള്ളാഹുവിൽ നിന്ന് വരുന്ന ഈ വെളിച്ചം, അതേത് പ്രവാചകനാണെങ്കിലും ഒരേ സ്രോതസ്സിൽ നിന്നാണ് ഈ വെളിച്ചം വരുന്നത്. അപ്പം ഞാൻ ഒരു നബിയിൽ വിശ്വസിക്കും, ഒരു നബിയിൽ വിശ്വസിക്കൂല എന്ന് പറയുന്നതിന് ന്യായമില്ല. അങ്ങനെയാണ് അവരുടെ വിശ്വാസത്തിൻ്റെ അപൂർണത. ചിലതിൽ വിശ്വസിക്കുക, ചില പ്രവാചകന്മാർ വിശ്വസിക്കാതിരിക്കും. അപ്പം അവർ മൂസാ നബിയിൽ വിശ്വസിക്കും, ഈസാ നബിയിൽ വിശ്വസിക്കും, ഇബ്രാഹിം നബിയിൽ വിശ്വസിക്കും. പക്ഷെ ആരിൽ വിശ്വസിക്കൂല? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു വിശ്വസിക്കൂല. അപ്പം അത് യഥാർത്ഥത്തിൽ എന്താണ്? വിശ്വാസത്തിൻ്റെ പരിപൂർണത ഇല്ലാതാക്കുന്നതാണ്. രണ്ടാമത്തത്, വിശ്വാസത്തിൻ്റെ പരിപൂർണത ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം ശരിയാണോ, അത് സ്വീകരിക്കണോ എന്നതിന് പലർക്കും പല മാനദണ്ഡങ്ങളാണ്. ചില ആളുകളുടെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരും മുമ്പുള്ളവരും തുടർന്നു വന്ന ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളുമാണ് നമ്മുടെ മാനദണ്ഡം. അപ്പം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് അവർ ചെയ്തിട്ടില്ലല്ലോ. എന്തെങ്കിലും ഒരു ഇസ്ലാമിനെതിരാന്ന് പറഞ്ഞാൽ അതൊക്കെ ഓലൊക്കെ നമ്മളെ വാപ്പകാരന്മാരൊക്കെ ചെയ്തതാണല്ലോ. അപ്പം അവിടെ അവർ മാനദണ്ഡമായി സ്വീകരിക്കുന്നത് എന്താണ്? പരമ്പരാഗതമായി പാരമ്പര്യമായി ചെയ്തോ ചെയ്തില്ലേ. അപ്പം പാരമ്പര്യമായ വിശ്വാസങ്ങളെ മാനദണ്ഡമായി സ്വീകരിച്ച് വിശ്വാസങ്ങളുടെ ശരിയും തെറ്റും വേർതിരിക്കുന്ന ആളുകളുണ്ട്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവും റസൂലും എന്തു പറഞ്ഞു അത് എന്തായാലും, എന്ത് തന്നെ വിഷയങ്ങളായാലും അതിലപ്പുറത്തേക്കൊന്ന് ചിന്തിക്കാതെ അത് സത്യമായും സ്വീകരിക്കുന്ന റസൂൽ. റബ്ബന ഇന്നന ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു, വിശ്വസത്തെക്കുറിച്ച് വിളിച്ച് വിളംബരം കേട്ടപ്പോൾ ഞങ്ങളത് വിശ്വസിച്ചു, ഞങ്ങൾക്കതിൽ വേറൊന്നുമില്ല. അങ്ങനെ സ്വീകാര്യമായ പ്രമാണങ്ങളിലൂടെ വരുന്ന ഏതൊരു കാര്യവും വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസം. മറ്റു ചില ആളുകളുടെ പ്രമാണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ അടിസ്ഥാനപരമായ ഖുർആനും സുന്നത്തൊക്കെ നോക്കും, പക്ഷേ ആ ആശയങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാനാവുന്നതാവണം, എന്നാലേ അവർ സ്വീകരിക്കുള്ളൂ. അവർക്ക് അവരുടെ ബുദ്ധിയിലും ചിന്തയിലും ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ അവരെന്ത് ചെയ്യും? അതിനെ സ്വീകരിക്കും. ഇങ്ങനെ 3 തലത്തിലാണ്. ഇതിൽ 2 തരത്തിലുള്ള ആളുകളും പരിപൂർണ വിശ്വാസത്തെ സ്വീകരിക്കുന്ന ആളുകളല്ല. അതായത് അള്ളാഹു റസൂലും പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കൂല, ഞങ്ങൾക്കും കൂടി എന്ത് ചെയ്യണം, അത് മനസ്സിലാകണം എന്ന് പറയുമ്പോൾ കുറേ നമ്മൾ ഒഴിവാക്കേണ്ടി വരില്ലേ? അപ്പോഴും പകുതിയിലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. പിന്നെന്താണ്? പൂർവ്വകാരണവന്മാരും പ്രപിതാക്കന്മാരും ചെയ്തതും വിശ്വസിച്ചതും ഞങ്ങൾ വിശ്വസിക്കുള്ളൂ പറഞ്ഞാൽ അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ വിശ്വസിക്കാത്തതൊന്നും വിശ്വസിക്കാൻ ഇവർ തയ്യാറല്ല.
ഈ വിശ്വാസികൾക്കൊക്കെ അപൂർണതയുണ്ട്. എന്നാൽ അള്ളാഹ് പറഞ്ഞോ, ഓക്കെ. റസൂൽ പറഞ്ഞോ, അത്തഅനല്ലാഹു റസൂൽ, അള്ളാഹ് റസൂലുകൾ അനുസരിച്ചു എന്ന് പറയുന്നവർ മാത്രമാണ് പരിപൂർണമായും വിശ്വാസത്തെ സ്വീകരിക്കുന്ന ആളുകൾ. അപ്പൊ ജൂത ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചതുപോലെ തന്നെയുള്ള ഒരു വിശ്വാസത്തിന്റെ അപൂർണതയാണ് എന്ത്? അപ്പോൾ ഇങ്ങനത്തെ ഈ രണ്ട് കൂട്ടം ആളുകൾ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് വിശ്വാസികൾ തന്നെയാണല്ലോ എന്നാണ്. അപ്പൊ അള്ളാഹ് ഉറപ്പിച്ച് പറയാണ്, നിങ്ങൾ വിശ്വാസികളല്ല, നിങ്ങൾ അവിശ്വാസികൾ തന്നെയാകുന്നു എന്ന് അള്ളാഹു ഉറപ്പിച്ച് പറഞ്ഞ് സാക്ഷ്യം കൊടുക്കണം. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയോ വ്യാമോഹമോ നിങ്ങൾക്ക് വേണ്ടതില്ല എന്ന്. ആ തുറന്ന പ്രഖ്യാപനമാണ് ഈ ആയത്തിൽ നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആയത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ, വിശ്വാസം ഉള്ളിൽ ഒരാൾക്കുണ്ടായി കഴിഞ്ഞാൽ അത് ഉള്ളിലുണ്ടാവുന്ന ഒരു സംഗതിയാണല്ലോ. മനസ്സിലായി? ആ വിശ്വാസം അവിടെ ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? അപ്പോൾ നമ്മളൊരു മരം ഉണങ്ങി, ഇവിടെ അത് മുറിച്ച് കളഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വേരുമെന്ന് എന്ത് ചെയ്തു? വീണ്ടും ഒരു മുള പൊട്ടുന്നു. അപ്പം നമ്മൾ ആ മുള കാണുമ്പോൾ നമ്മൾ ഉറപ്പിക്കുന്നത് എന്ത്? ആ മരത്തിന് ജീവൻ ഉണ്ടെന്ന് ഉറപ്പിക്കണം. നമ്മൾ ഉണങ്ങിപ്പോയി എന്ന് വിചാരിച്ചാണ് ജീവൻ ഉണ്ടെന്ന് ഇങ്ങനെ ഉറപ്പിച്ചത്. അതിന് വേരുണ്ടായത് കൊണ്ടല്ല, അതിൻ്റെ മരത്തിൻ്റെ ആ തറയെ കുറ്റിയോടെ ഉണ്ടായതുകൊണ്ടല്ല, അതിലൊരു മുള പൊട്ടിയപ്പോൾ മാത്രമാണ് അതിൻ്റെ വേരുകൾ പൂർണ്ണമായും ഉണങ്ങിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയത്, അല്ലേ? അതുപോലെ തന്നെ എന്തു വേണം? നമ്മൾ ഉള്ളിൽ കിടക്കുന്ന വിശ്വാസത്തിൻ്റെ വേരുകളിൽ എന്ത് ചെയ്യണം? മുളകൾ ഉണ്ടാവണം. അത് 3 തരത്തിലാണ് മുളകൾ ഉണ്ടാവുക. ഒന്നെന്താ അറിയോ? ഒന്ന് അഅ്മാലുൻ സാലിഹ, എന്താണ്? നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവും. ഉള്ളിൽ വിശ്വാസമുള്ള ഒരുത്തിന് എന്ത് ചെയ്യാൻ പറ്റൂല? അവനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കും. ഈമാൻ ഇരിക്കൂല. അവൻ എന്ത് ഇരിക്കും? അവന് വിശ്വാസിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവൻ സൽപ്രവർത്തനങ്ങളിൽ നിരതനായിരിക്കുമെന്ന്. രണ്ടാമത്തെ എന്താ വെച്ചാൽ അഖ്വാലുൻ ഹസന, നല്ല വാക്കുകൾ പറയും. നല്ല വാക്ക്, അവൻ്റെ സംസാരങ്ങളിൽ എന്ത് ചെയ്യും? ആ വിശ്വാസം പ്രതിഫലിക്കും. ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാവേണ്ടതേ അവൻ്റെ വാക്കുകളിൽ ഉണ്ടാവും. അവൻ്റെ സംസാരങ്ങളിൽ ആ വിശ്വാസത്തിൻ്റെ നിയന്ത്രണങ്ങളുണ്ടാവും, സ്വാധീനങ്ങളുണ്ടാവും. എന്തും പറയാ, എന്തും പ്രസ്താവിക്കുക, എങ്ങനെ വർത്തമാനം പറയാ എന്നാണെങ്കിൽ പിന്നെ അവൻ്റെ ഉള്ളിലെ വിശ്വാസത്തിന് എന്താ അടിസ്ഥാനമാണ്? വിശ്വാസമില്ല, ഉണ്ട് കണ്ട് കാര്യമില്ല. മുളകളില്ലെങ്കിൽ ഉണങ്ങി തന്നെ വിചാരിക്കേണ്ടത് നമ്മൾ. മൂന്നാമത്തെ കാര്യം, ഉള്ളിൽ ഈമാൻ ഉണ്ടെങ്കിൽ എന്താണ്? ആ ഈമാനുള്ളവർക്ക് എന്തായിരിക്കും? ഹുലുക്കുൻ ഹസന, നല്ല സ്വഭാവ പെരുമാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്വാത്വികരായ മാതൃകാ പുരുഷന്മാരായ നല്ല പണ്ഡിതന്മാരുണ്ട്, റബ്ബാനീയങ്ങളായ നല്ല ആ പണ്ഡിതന്മാരുമായി 24 മണിക്കൂറും ജീവിതത്തിൽ ഇടപെടുന്ന ആളുകൾ പറയുമ്പോൾ അവർ പറയും അവർ കാണിക്കുന്ന സൂക്ഷ്മത, അവരുടെ സാമ്പത്തിക ജീവിത രംഗങ്ങളിൽ, അവരുടെ വാക്കുകളിൽ അവർ കാണിക്കുന്ന സൂക്ഷ്മത, അവർക്ക് സേവനം ചെയ്യുന്ന സേവകന്മാരോട് അവർ കാണിക്കുന്ന ആ വിശാല മനസ്കത, ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ അവർ ഈ പറയുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരെ ഉള്ളിൽ ഉണ്ട് എന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. വിവരം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, ആ വിവരത്തിനനുസരിച്ചുള്ള വിശ്വാസം ഹൃദയത്തിൽ വേരൂന്നിയത് കൊണ്ടാണ് അത് സ്വഭാവത്തിലും കർമ്മത്തിലും പ്രവർത്തനത്തിലും ഒക്കെ പ്രതിഫലിക്കാനുള്ള കാരണം. ഇത് വേണം. എല്ലാവരും ഞാൻ വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാവരുടെ വിശ്വാസവും പരിപൂർണതയിലല്ല എന്നതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ വരുന്ന വ്യത്യാസം. അതിവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ആ സ്ഥലത്തെ പ്രയോഗങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാവും, വായിക്കുമ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നോക്കൂ, 150 നോക്കി. ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറുസുലിഹി, തീർച്ചയായും എന്താണ്? ഒരു വിഭാഗം ആളുകൾ അവർ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും അവരെന്ത് ചെയ്യുന്നു? അവിശ്വസിക്കുന്നു. അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും അവരെന്ത് ചെയ്യുന്നു? അവിശ്വസിക്കുന്നു എന്നാണ്. അപ്പം അവർ ശരിക്കും അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നില്ല. അപ്പം അവർ അള്ളാഹുവിലും റസൂലും വിശ്വസിക്കാത്തവരാണ് എന്ന് അള്ളാഹു പറയുന്നത് അവർ യഹോവയിൽ അല്ലെങ്കിൽ ഏകനായ ദൈവത്തിൽ അവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല. ക്രിസ്ത്യാനികൾക്ക് ജൂതന്മാർക്കും അവർക്ക് അള്ളാഹിനെ കുറിച്ച് അറിയാം, വിശ്വാസമുണ്ട്, അവർ പ്രവാചകന്മാരെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അവർ വിശ്വാസികളല്ല എന്നാണല്ലോ ഇവിടെ പറയുന്നത്. എന്താ കാരണം? വയുരീദൂന അൻ യുഫർരിഖു ബൈനല്ലാഹി വറസൂലിഹി, അവർ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും ഇടയിൽ വ്യത്യാസപ്പെടുത്തുവാൻ, വേർതിരിവ് കൽപ്പിക്കുവാൻ അവർ യുഫർരിഖു, ഫറഖ യുഫർരിഖു.
ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. അള്ളാഹ് പറയുന്നുണ്ട്, എൻ്റെ ദൂതന്മാർക്കിടയിൽ ഞാൻ വേർതിരിവും ഉണ്ടാക്കുന്നില്ല. പ്രവാചകന്മാർക്ക് അവർ വേർതിരിവുണ്ടാക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാമിലെ അവർ വാനോളം പുകഴ്ത്തി ആദരിച്ച് അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ ഏറ്റുപറയുമ്പോൾ അദ്ദേഹം സത്യപ്പെടുത്തിയ മുഹമ്മദ് നബിയിൽ അവരെന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. അതാണ് അവർക്ക് പറ്റിയ തകരാറ്. വയുരീദൂന യുഫർരിഖു ബൈനല്ലാഹി വറുസുലിഹി വയഖൂലൂൻ, അവർ പറയുന്നു, നുഅ്മിനു ബിബഅദ്, ചിലതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, വനക്ഫുറു ബിബഅദ്, ചിലതിൽ ഞങ്ങൾ അവിശ്വസിക്കുന്നു എന്നാണ്. വയുരീദൂന അൻ യത്തഖിദു ബൈന ദാലിക സബീല, എന്താണ് വയുരീദൂന? അവർ ഉദ്ദേശിക്കുന്ന യത്തഖിദു ബൈന ദാലിക സബീല, അതിനിടയിൽ ഒരു പ്രത്യേക മാർഗം സ്വീകരിക്കാൻ. ബൈന ദാലിക സബീലൻ, അതിനിടയിൽ ഒരു പ്രത്യേക മാർഗം യത്തഖിദു സ്വീകരിക്കുവാൻ അവരുദ്ദേശിക്കുന്നു. അപ്പം അള്ളാഹു റസൂൽ ഉണ്ടാക്കാത്തൊരു വഴിയാണ് അവരുണ്ടാക്കിക്കുന്നത്. അതായത് അവർക്കിഷ്ടമുള്ളതിൽ വിശ്വസിക്കുക, അവർക്കിഷ്ടമുള്ളതിനെ നിരാകരിക്കുക. ഇത് ജൂത ക്രിസ്ത്യാനികൾക്ക് വിശ്വാസത്തിൽ വന്ന വ്യക്തമായ വഴികേടാണ്. ഇപ്പൊ സമ്പൂർണമായി നമ്മൾ വിശ്വസിക്കണം. പൂർണ്ണമായും നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ മാനദണ്ഡങ്ങളല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്, അള്ളാഹും റസൂലും നിശ്ചയിച്ച മാനദണ്ഡമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഇവർക്കൊക്കെ ഒരു വ്യാമോഹം ഉണ്ടായിരിക്കും, നമ്മളും വിശ്വാസികൾ തന്നെയുള്ളൂ, നമ്മൾ അള്ളാഹിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, നമ്മൾ പ്രവാചകന്മാർ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരം ഉണ്ടാവും. അതിനെ അള്ളാഹ് തിരുത്താണ്. എങ്ങനെ തിരുത്തുന്നത്? ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖാ, ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖാ, അക്കൂട്ടർ തന്നെയാണ് യഥാർത്ഥത്തിൽ അവിശ്വാസികൾ. കേട്ടോ, ശരിക്കും അവിശ്വാസി എന്ന് പറയാൻ പറ്റിയ ആൾക്കാർ ഇവരാണ് എന്ന്. അവര് ചില പ്രവാചകന്മാരെ അംഗീകരിക്കുന്നു, അള്ളാഹുവിനെ അംഗീകരിക്കുന്നു, അതുകൊണ്ട് അവർ വിശ്വാസിയാവൂല. അവരെന്താകുന്നു? യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു അവിശ്വാസികൾ. അത് പറഞ്ഞിട്ട് അള്ളാഹ് നിർത്തിയില്ല. നോക്കൂ, വഅഅതദ്നാ ലിൽ കാഫിരീന അദാബം മുഹീന, വഅഅതദ്നാ ലിൽ കാഫിരീന, അവിശ്വാസികൾക്ക് വേണ്ടി നാം തയ്യാറാക്കിയിട്ടുണ്ട് അദാബം മുഹീന, അപമാനകരമായ ശിക്ഷ. അദാബം മുഹീന, അപമാനകരമായ ശിക്ഷ നാം അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ശരിയായ വിശ്വാസം സമ്പൂർണമായി എല്ലാ പ്രവാചകന്മാരിലും ശരിയായി വിശ്വസിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാത്ത ആളുകളെ ശരിക്കും കാഫിറായിട്ടാണ് പറഞ്ഞത്. ഇവിടെ 3 വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു വിഭാഗം മുഅ്മിനും ബില്ലാഹി വബിറുസുലിഹി കുല്ലിഹിം, എല്ലാ പ്രവാചകന്മാരിലും എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്ന ആളുകൾ. പിന്നെ എല്ലാറ്റിലും അവരെന്ത് ചെയ്യും? വിശ്വസിക്കും. രണ്ടാമത്തെ വിഭാഗം ഏതാണ്? വകാഫിറും ബിദാലിക കുല്ലി, എല്ലാറ്റിലും അവിശ്വസിക്കും. അള്ളാഹുവിൽ വിശ്വാസമല്ല, ഒരു പ്രവാചകനിലും വിശ്വാസമല്ല. അപ്പൊ എല്ലാറ്റിലും വിശ്വസിക്കുന്ന ഒരു കൂട്ടർ, എല്ലാറ്റിനെയും നിഷേധിക്കുന്ന ഒരു കൂട്ടർ. മൂന്നാമത്തെ വിഭാഗം ഏതാണ്? വഹുവല്ലദീ യസ്ഉമു അന്നഹു യുഅ്മിനു ബിബഅദി റുസുൽ ദൂന ബഅദ്, ഞങ്ങൾ ചില നബിമാരിൽ വിശ്വസിക്കും, ചില നബിമാരിൽ വിശ്വസിക്കുകയില്ല എന്നവർ വിശ്വസിക്കുകയും അതുകൊണ്ട് ഞങ്ങൾ നരകത്തിന് രക്ഷപ്പെടും എന്ന് വിചാരിക്കുന്ന ആളുകൾ. അവരും യഥാർത്ഥത്തിൽ അവിശ്വാസികൾ തന്നെയാകുന്നു എന്ന് അള്ളാഹു ഉറപ്പിച്ചു പറയുകയാണ് ഇവിടെ ചെയ്തത്. അതാണ് ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന. അതുകൊണ്ട് എല്ലാവരും അള്ളാഹുവിൽ നിന്ന് ദൂതന്മാരാവുന്നത് കൊണ്ട് എല്ലാവരിലും ഒരുപോലെ വിശ്വസിക്കാൻ ഒരു വിശ്വാസി ബാധ്യസ്ഥനാണ്. വിശ്വാസത്തിൽ തകരാറ് സംഭവിച്ചാൽ അവന് നരകം ഉറപ്പാണ് എന്നും അള്ളാഹു ഇതിൽ നമ്മളോട് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു എന്നാണ്. ഇനി അടുത്ത ആയത്ത് നോക്കൂ, 52. വല്ലദീന ആമനൂ ബില്ലാഹി വറുസുലിഹി വലൻ യുഫർരിഖൂ ബൈന അഹദിൻ മിൻഹും ഉലൈക സൗഫ യുഅ്തീഹിം ഉജൂറഹും വകാനല്ലാഹു ഗഫൂറർ റഹീമ. വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. എന്താ പറയണത്? വല്ലദീന ആമനു, ഇങ്ങനെ നേരെ എതിര് നമുക്ക് പറഞ്ഞുതരാം. എന്നാൽ വിശ്വസിക്കുന്ന ആളുകൾ, ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കുന്ന ആളുകൾ, അതായത് എല്ലാ പ്രവാചകന്മാരും ഒരുപോലെ അവർ വിശ്വസിക്കും. വല യുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവരിൽ ഒരാൾക്കിടയിലും അവരെന്ത് ചെയ്യുന്നില്ല? വേർതിരിവ് കൽപ്പിക്കുന്നില്ല, വ്യത്യാസപ്പെടുത്തുന്നില്ല.
എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താണ്? മറ്റുള്ളവർക്ക് നരകമാണ്, ശാശ്വതരാണ്, നിന്ദ്യമായ ശിക്ഷയാണ് എന്നൊക്കെ നേരത്തെ അവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞ അതിൻ്റെ മുക്കാബലയായി അള്ളാഹു ഇവിടെ പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഉലൈക സൗഫ യുഅ്തീഹിം ഉജൂറഹും, ഉലൈക അക്കൂട്ടർ, സൗഫ യുഅ്തീഹിം അവർക്ക് നൽകപ്പെടും, ഉജൂറഹും അവിടെ പ്രതിഫലം, അവർക്ക് അവിടെ പ്രതിഫലങ്ങൾ വഴിയെ നൽകുന്നതാണ്. അവിടുത്തെ പ്രയോഗം എന്താ വെച്ചാൽ അവർക്ക് അവരുടെ പ്രതിഫലങ്ങൾ വഴിയെ നൽകും. അപ്പൊ എന്തേ? അള്ളാഹുവിലും എല്ലാ പ്രവാചകന്മാരും വിശ്വസിച്ചാൽ അവർക്കെല്ലാവർക്കും ഒരേ പ്രതിഫലം, ഒരേ സ്വർഗം എന്ന് അള്ളാഹു പറഞ്ഞില്ലല്ലോ. അവിശ്വാസികൾ മുഴുവനും ഒരേ നരകത്തിലാണ്. അവർക്കെല്ലാവർക്കും കഠിനമായ ശിക്ഷ, അപമാനകരമായ ശിക്ഷ, ഒരു വ്യത്യാസമില്ല. എന്നാൽ ഇവിടെ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോഴോ അവരുടെ പ്രതിഫലം അവർക്ക് നൽകും. എന്താ പറഞ്ഞത്? സൗഫ യുഅ്തീഹിം ഉജൂറഹും. എന്താണ് അതിന്റെ വ്യാഖ്യാനം എന്നറിയാം നിങ്ങൾ? അതായത് വിശ്വാസം ഉള്ളിലുണ്ട് എന്നതുകൊണ്ട് ആ വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന കർമ്മം എല്ലാവരുടേതും ഒരുപോലെയല്ല. വിശ്വാസം ഉള്ളിലുണ്ട് എന്നതുകൊണ്ട് അതിന് പ്രവർത്തനം എല്ലാവരുടെതും ഒരുപോലെയല്ല. അപ്പൊ ഓരോരുത്തർക്കും ഓരോ പ്രതിഫല കിട്ടുക. ഓരോരുത്തർക്കും അവരുടെ സൂക്ഷ്മതക്കനുസരിച്ച് പ്രതിഫലമാണ് കിട്ടുക. ഇതിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ പറ്റും എന്താണ്? അപ്പൊ ഉലൈക സൗഫ യുഅ്തീഹിം ഉജൂറഹും ജസാഅ ഈമാനിഹിം, അവരുടെ ഈമാനിനുള്ള പ്രതിഫലം, വമാ തതറത്തബു അലൈഹി മിൻ അമലിൻ സ്വാലിഹ്, അതിൽ നിന്നുണ്ടാകുന്ന സൽക്കർമ്മങ്ങൾക്കനുസരിച്ചും, അതേപോലെ തന്നെ വഖൗലിൻ ഹസൻ വഖുലുഖിൻ ഹസൻ, ഖുലുഖിൻ ജമീൽ. ഞാൻ പറയാം, വിശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ അത് 3 രംഗത്ത് പ്രകടമാകുമെന്നാണ് എന്നെ ഞാൻ പറഞ്ഞത്. സച്ചരിതരായ നല്ലവരായ പണ്ഡിതന്മാരെ നമ്മൾ ഇന്ന് നിരീക്ഷിച്ചാലും, ആ പണ്ഡിതന്മാരെ നമ്മൾ സഹവസിച്ചാലും അവരുടെ സ്വഭാവം, പെരുമാറ്റം, വാക്കുകൾ, അതിലൊക്കെ അതീവ സൂക്ഷ്മത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും ഓരോ കാര്യങ്ങളിലും. അതങ്ങനെയാണ് വിശ്വാസത്തിനനുസരിച്ചുള്ള. അപ്പൊ അത് പ്രകടമാകേണ്ട ഒന്നെന്താണ്? അമലുൻ സാലിഹ്. ഈ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതവിടെ കടന്നിട്ട് ഇങ്ങനെ നമ്മളെ എന്ത് ചെയ്യും? നിൽക്കാൻ അനുവദിക്കാതെ പ്രവർത്തിക്കും. അതാണ് ഈമാനിന്റെ ഒരു ശക്തി. അള്ളാഹുവിലും പരലോകത്തിലും സ്വർഗത്തിലും നരകത്തിലും കിതാബിലൊക്കെ വിശ്വസിച്ചാൽ അടങ്ങി കിടകൂല. നമ്മളെ കൊണ്ടത് അമല് ചെയ്യാൻ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മളങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് ഈമാന്റെ തോതനുസരിച്ചിട്ട് എന്ത് ചെയ്യും? അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ഈമാൻ യസീദ് വയൻകുസു എന്നൊക്കെ പറഞ്ഞത്. പിന്നെന്താ രണ്ടാമത്? വഖൗലിൻ ഹസൻ, നല്ല വാക്ക് പറയും. അതായത് ഈമാനിലോ വർത്താനം പറയുമ്പോൾ ആ ഈമാന്റെ ഒരു കൺട്രോൾ ഉണ്ടല്ലോ, അത് ആ വാക്കുകളിൽ ഉണ്ടാവും. അത് നമ്മുടെ വർത്തമാനങ്ങളിലും സംസാരങ്ങളിലും എന്ത് ചെയ്യണം? ആ വിശ്വാസം പ്രതിഫലിക്കണം. ഞാൻ നേരത്തെ ഉദാഹരണം കൂടെ പറഞ്ഞില്ലേ, ഒരു മരം നമ്മൾ മുറിച്ചു, അവൻ്റെ കുറ്റി അവിടെ അങ്ങനെ കിടക്കണ്. അപ്പം നമ്മളത് ഉണങ്ങിപ്പോയി എന്ന് വിചാരിക്കണ്. പിന്നെ നോക്കുമ്പോൾ ഒരു മുള. അപ്പം നമ്മൾ ഉറപ്പിച്ചതിൻ്റെ വേരുകൾ ഉണങ്ങിയിട്ടില്ല. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും വേരുകൾ ഉണങ്ങിയിട്ടില്ല. അത് എന്തുകൊണ്ടാ? നമ്മൾ പുറത്തതിൻ്റെ അടയാളം കാണുമ്പോഴാണ്. നമ്മുടെ ഈമാൻ ഉള്ളിലുണ്ട് കണ്ട് കാര്യമില്ല, അത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രകടമാകണം. അതുകൊണ്ടാണ് സൗഫ യുഅ്തീഹിം ഉജൂറഹും, അവർക്ക് അവരുടെ പ്രതിഫലം നൽകുന്ന. എല്ലാവർക്കും ഒരേ കൂലിയല്ല. ഈമാനുള്ളവനൊക്കെ പാടെ സ്വർഗത്തിൽ പോകുന്നുണ്ട്, സ്വർഗത്തിന്റെ പദവി പറഞ്ഞാൽ പോരെ? അള്ളാഹ് പറഞ്ഞില്ലല്ലോ. ഈമാനിനനുസരിച്ചിട്ടാണ് ഹസ്ബ ഈമാനിഹിം, ഈമാനിനനുസരിച്ചിട്ടാണ് പ്രതിഫലം എന്ന് മനസ്സിലാക്കണം. അതാ ഉജൂറഹും, അവരുടെ പ്രതിഫലം. ഇൻ്റെതാവൂല വേറൊരാൾക്ക്, അയാളതാവൂല എനിക്ക്. എല്ലാവർക്കും അതിൻ്റെ വ്യത്യാസങ്ങൾ, വ്യത്യാസങ്ങൾ. ഒരു പക്ഷേ നബിയെ മുആയത്തെ കണ്ണോട് കണ്ണ് കണ്ട സഹാബത്തിന്റെ ഈമാൻ ആവൂല ഒരു പക്ഷെ നമ്മുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓരോന്നിൻ്റെയും വ്യത്യാസങ്ങളെയും സാഹചര്യങ്ങളെയും പരിഗണിച്ചുകൊണ്ട്. പിന്നെന്താണ്? ഖൗലുൻ ഹസൻ, നല്ല വാക്ക്. നമ്മൾ എന്ത് പറയുമ്പോൾ ഞാനൊരു വിശ്വാസിയാണല്ലോ എന്ന ഒരു നിയന്ത്രണത്തിലാകണം നമ്മുടെ വാക്കുകളെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. വഖുലുഖിൻ ജമീൽ, മനോഹരമായ സ്വഭാവം. ഇതൊക്കെ വിശ്വാസത്തിൽ നിന്ന് ഉണ്ടാവുന്ന കാര്യങ്ങളാണത്. കുല്ലുൻ അലാ ഹസ്ബി ഹാലിഹി, കുല്ലുൻ അലാ ഹസ്ബി ഹാലിഹി, ഓരോന്നും അവൻ്റെ അവസ്ഥയുടെ കണക്കനുസരിച്ചാണ്.
നമ്മളെ അവസ്ഥ എന്താണോ അതിനനുസരിച്ച്, ഈമാന്റെ അവസ്ഥക്കനുസരിച്ചാണ് നമ്മളിൽ ഫലങ്ങൾ ഉണ്ടാകുക. ഒരു പക്ഷേ ഇതായിരിക്കാം ഇവിടുത്തെ അവരുടെ പ്രതിഫലം എന്ന് പറയാൻ കാരണം, അതിലെ രഹസ്യം ഇതായിരിക്കാം. ഇമാം നാസിർ സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, അവർക്ക് അവരുടെ പ്രതിഫലം കൊടുക്കുന്ന അല്ലാഹ് പറയാനുള്ള കാരണം എന്താണ്? ഓരോരുത്തരുടെ ഈമാന്റെയും സൽഫലങ്ങളിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് അവർക്ക് അവരുടെ പ്രതിഫലം എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ രഹസ്യം അതായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിഷേധിയാണോ ഓർക്കൊക്കെ പാടൊരു നരകം മതി, മനസ്സിലായി? നരകത്തിൽ ഏറ്റവും വ്യത്യാസങ്ങളില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം മുനാഫിക്കുകൾ കാഫിരീങ്ങളുടെ അടിയിലാണ്. അതെന്തുകൊണ്ടാ? കാഫിർ എന്ന് പറഞ്ഞാൽ നിഷേധി മാത്രമാണ്. നിഷേധത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും ഉള്ളതോടൊപ്പം നിഫാക്കും കൂടി ഉള്ളതുകൊണ്ട് എന്താണ്, ഓൽക്കതിന്റെ അടിയിലാണ് കൊടുക്കുന്നത്. അതിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാനിന്റെ അളവനുസരിച്ച് പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തതയുള്ളത് കൊണ്ട് അതിനനുസരിച്ചാണ് അവരുടെ പ്രതിഫലം എന്താകുന്നത്, കണക്കാക്കപ്പെടുന്നത് എന്നാ പറഞ്ഞു. അതാണ് ഉലൈക സൗഫ യുഅ്തീഹിം ഉജൂറഹും. നമ്മുടെ ഈ ഇമാം ബുഖാരിന്റെ സഹീഹുൽ ബുഖാരിയിൽ എന്താ വെച്ചാൽ കിതാബുൽ ഈമാൻ എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായമുണ്ട്. അതിലെന്താ വെച്ചാൽ ഈമാനിൽ ഉൾപ്പെടുത്തി പറഞ്ഞ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അയൽപക്ക ബന്ധം, ബിറുൽ വാലിദീൻ, എന്തൊക്കെ ധാരാളക്കണക്കിന് കാര്യങ്ങൾ ഈമാനിൽ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ വിശ്വാസമുണ്ടോ അതിൻ്റെ അനിവാര്യതയാണ്, അതിൻ്റെ ഇഖ്തിലാ ആണ്, അതിൻ്റെ തേട്ടമാണ് എന്ത്, അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ എന്ത് പറയും, ആ ഈമാൻ അയാളിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് വേണം എന്ത് ചെയ്യണം, മനസ്സിലാക്കാൻ എന്നർത്ഥം. ഇപ്പോ പിന്നെ തൗബ ചെയ്യുന്നതിനെ പറ്റി പറയുമ്പോൾ എന്ത് ചെയ്യും, തൗബ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവന്റെ ഈമാനിനെ അവൻ നന്നാക്കണം എന്ന് പറയും. എന്താ ഈമാൻ നന്നാക്കുക? ഈമാനിൽ തകരാറുള്ളത് കൊണ്ടാണ് അവൻ തെറ്റ് ചെയ്തതെന്നാണ്. ഈമാനിൽ ദുർബലത ഉള്ളത് കൊണ്ടാണ് അവന് തെറ്റ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തൗബ ചെയ്യുന്ന ആൾ എന്ത് ചെയ്യണം, ഈമാനിനെ ശക്തിപ്പെടുത്തണം, അവനെ ഇസ്ലാഹ് ചെയ്യണം, അവൻ നന്മ വളർത്തണം. അതൊക്കെ ചെയ്യുമ്പോഴേ എന്തുണ്ടാവുള്ളൂ, അവൻ അതിനൊക്കെ വിട്ടു നിൽക്കാൻ കഴിയുള്ളൂ എന്ന്. അപ്പൊ ഈമാൻ നമ്മുടെ കർമ്മങ്ങളിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാകുന്നു എന്നാണ്. അതാണ് ഉലൈക സൗഫ യുഅ്തീഹിം ഉജൂറഹും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി എന്താ പറയണത്? വക്കാനല്ലാഹു ഗഫൂറർ റഹീമാ. വക്കാനല്ലാഹു ഗഫൂറർ റഹീമാ എന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലൗലാ മഗ്ഫിറത്തുല്ലാഹി വറഹ്മത്തുഹു ലമാ നാലൽ മുഅ്മിനു അജ്റഹു അലാ മാ അമില മിനസ് സ്വാലിഹാത്ത് ഫലാ യഗ്തറന്ന ആമിലുൻ ബിഅമലിഹി മഹ്മാ കാന അലീമൻ. വളരെ വലിയൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ എന്ത് മനസ്സിലായി? ഈമാനിനനുസരിച്ച് അമലു സാലിഹാത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ കൂലി കിട്ടും എന്നുള്ള ഒരു സമാധാനവും സന്തോഷവും നമുക്ക് വന്നില്ലേ? അതിൻ്റെ താഴെ അള്ളാഹു പറയണത് എന്താ വെച്ചാൽ, നമ്മൾ എത്ര തന്നെ നല്ല മുഅ്മിനാണെന്ന് നമുക്ക് തോന്നിയാലും, എന്തൊക്കെ കർമ്മങ്ങൾ എത്ര വലുത് നമ്മൾ ചെയ്താലും, ലൗലാ മഗ്ഫിറത്തുല്ലാഹി വറഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ പാപമോചനവും ഇല്ലെങ്കിൽ ലമാ നാലൽ മുഅ്മിനു അജ്റഹു, ഒരു സത്യവിശ്വാസി അവൻ്റെ പ്രതിഫലം കരസ്ഥമാക്കൂലെന്നാണ്. നമ്മൾ ചെയ്താലും അത് അള്ളാഹ് കബൂൽ ചെയ്തിട്ട് നമുക്ക് എന്ത് തരണം? പ്രതിഫലം തരണം. നിങ്ങൾ നമ്മളെ സൂറത്തുൻ നസ്ർ ഉണ്ടല്ലോ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത്. അപ്പൊ അതില് നബിനോട് അള്ളാഹ് കൽപ്പിക്കുന്നുണ്ട് എന്താണ്? ഫസ്തഗ്ഫിറുഹു, നീ എന്ത് ചെയ്യണം? പാപമോചനം തേടണം. അപ്പൊ അവിടെ പണ്ഡിതന്മാർ ചർച്ചയുണ്ട്, എല്ലാ പാപങ്ങളും പുറത്തുപോയ റസൂൽ എന്തിനാ പാപമോചനം തേടുന്നത്? അല്ലെ, അങ്ങനെ ചോദ്യം ഉണ്ടല്ലോ. മാസൂമായ റസൂലുള്ള എന്തിന് പാപമോചനം തേടണം? അതിന് ധാരാളം മറുപടികളുണ്ട്. അതിലൊരു മറുപടി എന്താന്ന് വിചാരിച്ചാൽ, പ്രവാചകന്മാർ തെറ്റ് ചെയ്യൂല. പ്രവാചകന്മാർ തെറ്റ് ചെയ്തിട്ടല്ല ഇസ്തിഗ്ഫാർ നടത്താൻ വേണ്ടി പറ്റും. ഒന്ന്, കാരണം പ്രവാചകന്മാരിൽ അബദ്ധങ്ങൾ എന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിച്ചാൽ പോലും അത് ഗുരുതരമാണ് എന്നുള്ളതാണ് ഒരു കാര്യം. തെറ്റെന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതന്നെ സംഭവിച്ചാൽ എന്തുണ്ട്, അത് അതീവ ഗുരുതരമാണെന്നാണ്. അതുകൊണ്ടാണ് പശ്ചാത്തപിക്കാൻ വേണ്ടി പറഞ്ഞത് എന്നൊരു കാര്യം കാണാൻ പറ്റും. അപ്പം വെച്ചാൽ നമ്മൾ ചെയ്ത തെറ്റുകൾ, നമ്മൾ ചെയ്ത കുറ്റങ്ങൾ, ഇതിനെയൊക്കെ മറികടന്ന നന്മകളിലൂടെയാണ് നമ്മൾ എവിടേക്ക് പോണത്? സ്വർഗത്തേക്ക് പോണത്. അപ്പം നമ്മുടെ പാപങ്ങളെ, തെറ്റുകളെ അള്ളാഹു പുറത്തു തരിക എന്നുള്ള വലിയൊരു ഔദാര്യം കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്വർഗം കിട്ടുന്നത്.
അതുകൊണ്ട് ഒരാളും ഫലാ യഗ്തറന്ന ആമിലുൻ, ഒരു പ്രവർത്തിക്കുന്നവനും വഞ്ചിതനായി പോകേണ്ടതില്ല. ബി അമലിഹി മഹ്മാക്കാനാദീമൻ, എത്ര വലിയ അമല് ചെയ്താലും എനിക്കൊന്നും പേടിക്കാനില്ല, ഞാനൊക്കെ എന്തായാലും സ്വർഗത്തിലെത്തുന്നു എന്ന് ഒരാളും എന്ത് ചെയ്യേണ്ട, വിചാരിക്കേണ്ടതില്ല എന്നാണ്. കാരണം എന്താണ്? ലൗലാ മഗ്ഫിറത്തുല്ലാഹി വറഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ പാപമോചനവും അള്ളാഹുവിൻ്റെ കാരുണ്യവും ഇല്ലെങ്കിൽ ലമാനാലൽ മുഅ്മിൻ അജ്റഹു, ഒരു മുഅ്മിനിന് അവൻ്റെ അജ്ർ കിട്ടൂല. അള്ളാഹിൻ്റെ ഔദാര്യം കൊണ്ടും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടുമാണ് നമ്മളെപ്പോഴും പടച്ചവനോട് എന്ത് ചെയ്യണം? ആ ഔദാര്യത്തെയും കാരുണ്യത്തെയും നമ്മൾ എന്ത് ചെയ്യണം? ചോദിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. മനസ്സിലായില്ലേ? ചിലപ്പോൾ അത്ര തന്നെ വലിയൊരു അമലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളെ അള്ള ഇഷ്ടപ്പെടാവുന്ന ചില കാര്യങ്ങൾ അയാളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യും? രക്ഷപ്പെട്ടു പോകും. ചിലപ്പോൾ അമലുകൾ എത്ര ഉണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യവും ഔദാര്യവും ലഭിക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ലൗലാ മഗ്ഫിറത്തുല്ലാഹി വറഹ്മത്തുഹു ലമാനാലൽ മുഅ്മിൻ അജ്റഹു അലാ മാ അമില മിൻ സ്വാലിഹാത്ത്. അതുകൊണ്ട് വക്കാനല്ലാഹു ഗഫൂറർ റഹീമ. കണ്ടോ? അതെന്തിനാ അള്ളാഹ് അവിടെ പറഞ്ഞത്? ഓരോരുത്തർക്കും അവരവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നൽകും എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് എന്താ പറയണത്? വക്കാനല്ലാഹു ഗഫൂറർ റഹീമ, അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. യഗ്ഫിറുസ് സയ്യിആത്ത് വയതഖബ്ബലുൽ ഹസനാത്ത്. യഗ്ഫിറുസ് സയ്യിആത്ത്, പാപങ്ങളെ പുറത്തു കൊടുക്കും, അവൻ്റെ നന്മകളെ അള്ളാഹു എന്ത് ചെയ്യും? കബൂൽ ചെയ്യും, സ്വീകരിക്കും. അപ്പോഴാണ് സ്വർഗം കിട്ടുന്നത്. അപ്പോൾ സത്യനിഷേധികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് നരകം ഉറപ്പാണ്, നിന്ദ്യമായ ശിക്ഷ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മുക്കാബലയായി വിശ്വാസികളെക്കുറിച്ച് പറയണം. അവർ ശരിക്കും വിശ്വസിച്ചു, അള്ളാഹുവിലും റസൂലൊക്കെ വിശ്വസിച്ചു, അവർക്കിടയിൽ ഒരു വേർതിരിവും കൽപ്പിച്ചില്ല. അങ്ങനെയൊക്കെ വിശ്വാസം പൂർണ്ണമായ ആളാണെങ്കിൽ പോലും അവരുടെ അമലുകളിൽ എന്തുണ്ട്? ഏത്ത വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഉലൈക സൗഫ യുഅ്തീഹിം ഉജൂറഹും, അവർക്ക് അവരുടെ പ്രതിഫലം നൽകും എന്നുള്ള പ്രയോഗിക്കാനുള്ള കാരണം അതാണെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. പിന്നെ എത്ര തന്നെ അമലുകൾ ഉണ്ടെങ്കിലും അള്ള പാപം പുറത്ത് കരുണ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വർഗം കിട്ടുന്നത് എന്ന സൂചനയാണ് വകാനല്ലാഹു ഗഫൂറർ റഹീമ എന്നുള്ള അള്ളാഹുവിന് രണ്ട് നാമഗുണ വിശേഷണങ്ങൾ അവിടെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്.